ഡോക്ടർ ഡി സജിത് ബാബു പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം. സംസ്ഥാനത്ത് ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി ഡോക്ടർ ഡി സജിത് ബാബുവിനെ നിയമിച്ചു. സർക്കാർ നൽകിയ 3-അംഗ പട്ടികയിൽ നിന്നാണ് സജിത് ബാബുവിനെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർ, മൃഗസംരക്ഷണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, സപ്ലൈകോ കമ്മീഷണർ, കാസർഗോഡ് ജില്ലാ കളക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2012 കേഡർ IAS ഉദ്യോഗസ്ഥനാണ് സജിത് ബാബു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതോടെ എ കൗശികനെ പകരം നിയമിച്ചിരുന്നു. കൗശികൻ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയതോടെയാണ് പുതിയ നിയമനം. നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ് സജിത് ബാബു. സജിത് ബാബുവിന്റെ നിയമനം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് പുതിയ നേതൃത്വം നൽകുമെന്നാണ് വിലയിരുത്തൽ. നേരത്തെ രത്തൻ കേൽക്കറിന്റെ നിയമനത്തിനെതിരെ CPM രംഗത്ത് വന്നതും രാഷ്ട്രീയ കേരളം കണ്ടതാണ്. തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുവെന്നായിരുന്നു രത്തൻ കേൽക്കറിനെതിരെ CPM ഉയർത്തിയ ആരോപണം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നപ്പോൾ രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ നിയമിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ ആരോപിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്നതുപോലെ ഇത്തരം ഒരു നിയമനം നടത്തിയ അനുഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDFിനു വേണ്ടി കമ്മീഷൻ പക്ഷപാതപരവും ദുരൂഹവുമായ പല നടപടികളും സ്വീകരിച്ചുവെന്ന LDF ആരോപണം ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നായിരുന്നു CPMന്റെ ആരോപണം. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലിന് പകരം BJP സീൽ കാണപ്പെട്ടതും വിവാദമായിരുന്നു. ബംഗാളിൽ സമാനമായ രീതിയിൽ നിയമനങ്ങൾ നടന്നപ്പോൾ ലജ്ജയില്ലാത്ത കൂട്ടുകെട്ടും ഒത്തുകളിയുമെന്നാണ് AICC പ്രതികരിച്ചത്. കേരളത്തിൽ നടന്നത് കോൺഗ്രസും BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ലജ്ജയില്ലാത്ത ഒത്തുകളിയും കൂട്ടുകെട്ടുമല്ലേ എന്ന് രാഹുൽ ഗാന്ധിയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും വ്യക്തമാക്കണമെന്നും CPM ആവശ്യപ്പെട്ടിരുന്നു. SIRന്റെ പേരിൽ ദശലക്ഷക്കണക്കിന് വോട്ടാണ് കേരളത്തിൽ ഇല്ലാതാക്കിയത്. യഥാർത്ഥ വോട്ടർമാരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യുകയും അനർഹരെ നിലനിർത്തുകയും ചെയ്ത കമ്മീഷൻ നിലപാടിനെതിരെ അന്ന് തന്നെ ഇടതുപക്ഷം രംഗത്തെത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മുൻകൂട്ടി പ്രഖ്യാപിച്ച തീയതിക്ക് ഒരാഴ്ച മുൻപ് ആരെയും അറിയിക്കാതെ പേര് ചേർക്കുന്നത് അവസാനിപ്പിക്കാനും കമ്മീഷൻ നിർബന്ധം പിടിച്ചിരുന്നു. UDFിന്റെ വോട്ടുകളാകെ ആദ്യം തന്നെ ചേർത്തുവെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു പട്ടിക അന്തിമമാക്കാനുള്ള ധൃതിയെന്ന സംശയം ബലപ്പെടുകയാണെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരോപിച്ചിരുന്നു.